നമസ്കാരം. പ്രധാന വാർത്തകൾ. തുറവൂർ എഴുപുന്ന ശ്രീനാരായണപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വൻ കവർച്ച. മോഷണം പോയത് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ കിരീടവും തിരുവാഭരണങ്ങളും. 24 പവനോളം നഷ്ടപ്പെട്ടതായി സൂചന. കലവൂർ മാരംകുളങ്ങര ക്ഷേത്രത്തിൽ നടന്നുവന്ന അഖില ഭാരത ഭാഗവത മഹാസത്രത്തിന് സമാപന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ജീവൻ തുടിക്കുന്ന വ്യത്യസ്തമാർന്ന ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയയാകുകയാണ് വാരനാട് സ്വദേശിയായ ഉമ. കണിച്ചുളങ്ങര SN ട്രസ്റ്റ് സ്കൂളിലെ അധ്യാപിക കൂടിയാണ് ഉമ. ആലപ്പുഴയിലെ കുട്ടി കർഷകർക്ക് വീണ്ടും പുരസ്കാരം. വട്ടയാൽ സ്വദേശികളും സഹോദരികളുമായ ഫരീദ ഫിറോസിനും ഫാദിയ ഫിറോസിനും മർഹൂം അബ്ദുൽ അസീസ് ഉസ്താദിന്റെ പേരിലുള്ള പ്രഥമ പുരസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. എഴുപുന്ന ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. തിരുവാഭരണവും കിരീടവും അടങ്ങുന്ന സ്വർണം മോഷണം പോയി. 24 പവനോളം സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് വിവരം. 2 നെക്ലസ്, ഒരു ചെറിയ കിരീടം, ഒരു മാല എന്നിവയാണ് ശ്രീകോവിലിലെ വിഗ്രഹത്തിൽ നിന്നും മോഷണം പോയത്. വിശേഷ ദിവസമായ വിഷുദിനത്തിൽ തിരുവാഭരണങ്ങളെല്ലാം വിഗ്രഹത്തിൽ ചാർത്തിയായിരുന്നു പൂജകൾ. ഉച്ചപൂജയ്ക്ക് ശേഷം ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് വിവരം. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ പോലീസിൽ വിവരമറിയിച്ചു. അരൂർ പോലീസ് എത്തി അന്വേഷണം തുടങ്ങി. വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വടക്കുപുറത്ത് പാട്ടിന് മംഗളകരമായ സമാപനം. 64 കൈകളിൽ ആയുധമേന്തിയ വേതാളപ്പുറമേന്തിയ ഭദ്രകാളിയുടെ കളമാണ് സമാപന നാളിൽ എഴുതിയത്. പുതുശ്ശേരി ഗോപാലകൃഷ്ണക്കുറുപ്പ്, വെച്ചൂർ രാജേഷ്, അമ്പലപ്പുഴ വിജയകുമാർ, അമ്പലപ്പുഴ ഗോപകുമാർ, കുടമാളൂർ മുരളീധരൻ മാരാർ, വൈക്കം കുട്ടൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഏകദേശം 30 പേരുടെ കാർമ്മികത്വത്തിൽ കളം പൂർത്തിയാക്കി. ബച്ചുരുക്ക് നടത്തിയ ശേഷം ദർശനത്തിനായി തുറന്നുകൊടുത്തു. വൈക്കം ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം ദേവിയെ ശ്രീമൂലസ്ഥാനമായ കൊച്ചാലും ചുവട്ടിലേക്ക് എഴുന്നള്ളിച്ചു. ആചാരപ്രകാരം കൊച്ചാലും ചുവട്ടിൽ നിന്ന ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. കുത്തുവിളക്കുമായി 100 കണക്കിന് സ്ത്രീകൾ ദേവിയെ എതിരേറ്റു. വൈക്കം ക്ഷേത്രത്തിലെ അത്താഴ ശ്രീബലി നാലമ്പലത്തിന് വടക്കുഭാഗത്ത് എത്തിയ സമയം അവിടെ എത്തിയ ദേവിയുമൊന്നിച്ച് പ്രദക്ഷിണം പൂർത്തിയാക്കിയ ദേവി കളത്തിലേക്കും വൈക്കത്തപ്പൻ ശ്രീകോവിലേക്കും പ്രവേശിച്ചു. വെച്ചൂർ രാജേഷിന്റെ കാർമ്മികത്വത്തിൽ കളം പൂജ നടത്തി. അമ്പലപ്പുഴ വിജയകുമാർ കളം പാട്ടിന് നേതൃത്വം നൽകി. ഗണപതി സ്തുതി, ഗുരുവർണ്ണന, സരസ്വതി സ്തുതി, ഭദ്രോൽപത്തി, കേശാദിപാദം പാട്ട് എന്നിവ പാടി അവസാനിപ്പിച്ചു. കളം മായ്ച്ച് പൊടി പ്രസാദമായി നൽകി. കളം ദർശിച്ച് സായുജ്യം നേടാൻ നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. നന്മകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാകണം വിശ്വാസമെന്ന് KC വേണുഗോപാൽ MP. കലവൂർ മാരംകുളങ്ങര ക്ഷേത്രത്തിൽ നടന്നുവന്ന അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. നന്മയുടെ പക്ഷത്തേക്ക് നയിക്കുകയാണ് ഭാഗവത സത്രത്തിന്റെ ലക്ഷ്യം. ഭൗതികവും ആത്മീയവുമായ ചോദ്യങ്ങൾ അവസാനിക്കുന്നത് ഭാഗവതത്തിലാണ്. ഹൃദയം കൊണ്ട് സമൂഹത്തെ തൊട്ടറിയാൻ ഭാഗവതം സഹായിക്കും. ഭക്തിയുടെയും കർമ്മത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഒക്കെ അക്ഷയഖനിയാണ് ഭാഗവതം. വിശ്വവിജ്ഞാനകോശമാണത്. ജീവിതം സഫലമാക്കാൻ വ്യാസമഹർഷിയാൽ രചിക്കപ്പെട്ട മഹത് ഗ്രന്ഥമാണത്. ഇത് വായിക്കുന്നിടത്ത് ഐശ്വര്യവും ശാന്തിയും ഉണ്ടാകും. KC വേണുഗോപാൽ പറഞ്ഞു. അതല്ല വേണ്ടത്. വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിനെ നിർമ്മലീകരിക്കാനും നമ്മളിലെ മനുഷ്യരിലെ യഥാർത്ഥ നന്മയെ പുറത്തു കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ഉപകരണങ്ങളായിട്ടാണ് വിശ്വാസങ്ങളെ മാറ്റേണ്ടത്. അവിടെ നമുക്ക് ശ്രേഷ്ഠത ഉണ്ടാകൂ എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനായിട്ടുള്ളത്. അതിന് നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന ഞാനും മാറുന്നല്ല ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ എല്ലാം മനസ്സുകളിലെ വിശ്വാസത്തെ ദീപ്തമാക്കാനും അതിലേക്ക് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളെ കൊണ്ടുവരാനും കഴിയണം.
മയക്കുമരുന്നിനെതിരായിട്ടുള്ള സന്ധിയില്ലാത്ത പോരാട്ടമാണ് നമ്മുടെ സമൂഹം ഇന്ന് ആവശ്യപ്പെടുന്നത്. സംശയം വേണ്ട. അത് സർക്കാർ ചെയ്യേണ്ടത് സർക്കാർ ചെയ്യണം. ഈ കച്ചവടമൊക്കെ നടത്തുന്ന കുറേ പ്രമാണിമാർ ഈ കച്ചവടം കൊണ്ട് കാശുണ്ടാക്കാമെന്ന് വിചാരിച്ച് ആളുകളെ കൊന്ന് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, അവരെയൊക്കെ കൽത്തുറങ്കിലടക്കേണ്ടവരെ ഒരു മടിയും കൂടെ നടക്കാൻ ഭരണാധികാരികൾ തയ്യാറാകണം. അതോടൊപ്പം നമ്മുടെ ഒരു തലമുറയിലെ ഒരു പാവപ്പെട്ട കുഞ്ഞിനെയും ഇനി നമുക്ക് നമ്മുടെ ഒരു മകനെയും മകളെയും ഈ ഒരു വിപത്തിലേക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയോടുകൂടി കൊണ്ടുപോകാൻ കഴിയണം. അതിന് അവരെ ഭക്തിയിലേക്ക് അടുപ്പിക്കണം, ഈശ്വരനിലേക്ക് അടുപ്പിക്കണം, അവരെ ശക്തമായിട്ട് അവരെ ബോധവൽക്കരിക്കണം, ചിന്തയിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടുള്ള ഞാൻ മുന്നോട്ട് പോകണം. എനിക്ക് സന്തോഷമുണ്ട്. SNDP പോലെ NSSനെ പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ആ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. സാമൂഹ്യ സംഘടനകൾ, സമുദായ സംഘടനകൾ എല്ലാവരും ആ ചിന്തയിലോട്ട് കൊണ്ടുവരണം. നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്ന ക്യാൻസറായിട്ട് വളരുന്ന ഈ വിപത്തിനെതിരായിട്ട് നമുക്ക് പോരാട്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ള. സത്രസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് PS ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. PP ചിത്തരഞ്ജൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. സമിതി ജനറൽ സെക്രട്ടറി TG പത്മനാഭൻ നായർ, ഉപാധ്യക്ഷൻ S നാരായണസ്വാമി, BJP വടക്കൻ മേഖല ജില്ലാ പ്രസിഡന്റ് PK ബിനോയ്, SNDP അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ, സൗദർവഹന സമിതി ജനറൽ കൺവീനർ KK ഗോപകുമാർ, P വെങ്കിട്ടരാമയ്യർ, PP സംഗീത, അഡ്വക്കേറ്റ് G മനോജ് കുമാർ, S ശ്രീനി, K ശിവശങ്കർ, ഡോക്ടർ VK സരസ്വതി, പത്മകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ജീവൻ തുടിക്കുന്ന വ്യത്യസ്തതയുള്ള ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയയാകുകയാണ് വാരനാട് സ്വദേശിയായ ഉമ. കണിച്ചുളങ്ങര SNDS സ്കൂളിലെ ചിത്രകലാ അധ്യാപിക കൂടിയാണ് ഉമ. നാട്ടിൽ നിരവധി പരിപാടികൾക്കൊക്കെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയയായ ഒരു ചിത്രകാരിയെ നമുക്ക് പരിചയപ്പെടാം. ചിത്രകല സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു ചിത്രകാരിയാണ് ഉമ. ചെറുപ്പത്തിൽ തോന്നിയ താല്പര്യം ഒരു പ്രൊഫഷനാക്കി മാറ്റണമെന്ന് ഉമയ്ക്ക് തോന്നിയത് വാരനാട് ക്ഷേത്രത്തിൽ ഗീത പഠിക്കാൻ പോയപ്പോൾ ചേർത്തല ബാലചന്ദ്രൻ നൽകിയ പ്രോത്സാഹനം കൊണ്ടാണ്. അങ്ങനെ KK വാര്യരുടെ കീഴിൽ ചിത്രകല അഭ്യസിച്ചു. പിന്നീട് നിരവധി പ്രോഗ്രാമുകൾക്ക് വേണ്ടി ചിത്രങ്ങൾ വരച്ചു. ചിത്രകലയിലെ വിവിധ വശങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മൾ ഈ ഒരു ജന്മം മുഴുവനും ഞാൻ അതിനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം ഒരു അധ്യാപികയായി നമ്മൾ സേവനം അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് കലയ്ക്ക് കൂടുതൽ മുൻതൂക്കം നൽകുന്നതിനായിട്ടാണ് എൻ്റെ പരിശ്രമം. പിന്നെ പലതരത്തിലുള്ള പല ആർട്ടിസ്റ്റുകളെയും പരിചയപ്പെടാനും മഹാരഥന്മാരായിട്ടുള്ള, ഉദാഹരണത്തിന് മാതൃഭൂമിയിലെ സീനിയർ ആർട്ടിസ്റ്റാണ് മദനൻ സാറ്, പുനിഞ്ചിത്തായ ജനാർദ്ദനൻ സാറ് എന്നിവരോടൊപ്പമൊക്കെ ഉള്ള പല ആർട്ട് ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം ശരിക്കും എന്നെ ചിത്രകലയിലേക്ക് കൈപിടിച്ച് നടത്തിയത് നമ്മുടെ വാരനാട് ദേവസ്വത്തിൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഗീതാ പഠന ക്ലാസ് നടത്തിയിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്നിരുന്നത് ശ്രീ ബാലേന്ദ്രൻ സാറാണ്, ചേർത്തല ബാലേന്ദ്രൻ. അദ്ദേഹം ഒരു ഭാവഗായകൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, കഥാധികനായിരുന്നു. അദ്ദേഹമാണ് എനിക്ക് ചിത്രകലയോടുള്ള ഒരു താല്പര്യം മുൻനിർത്തി എന്നെ ചിത്രകലയിൽ നിനക്ക് കുറച്ച് കൂടുതൽ ശോഭിക്കാൻ കഴിയുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ അനുസരിച്ചിട്ട് എന്നെ വാര്യർ സാറിനെ പരിചയപ്പെടുത്തുകയും വാര്യർ സാറിൻ്റെ അടുത്ത് ഞാൻ ചിത്രകല അഭ്യസിക്കാൻ തുടരുകയും ചെയ്തു. മനോഹരമായ ചിത്രത്തിനും ചിത്രകാരിക്കും ഒപ്പം നിന്ന് ക്യാമറാമാൻ ജിത്തുവിനൊപ്പം ശരണ്യ, KMC ന്യൂസ്. മുസ്ലിം വിരുദ്ധ വഖഫ് ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം സംയുക്ത വേദിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സംഗമം ഒരുക്കിയത്. RSSന്റെ കേന്ദ്രമാക്കി മാറ്റുന്നു എന്നത് ഏറ്റവും വേദനാജനകമാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഒരു പങ്ക് പോലും വഹിക്കാത്ത ആളുകൾ ഇന്ത്യയുടെ പാർലമെന്റിനെ വർഗീയവൽക്കരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
രാജ്യത്തിന്റെ ഭരണഘടനാപരമായി ഒരു സമുദായത്തിൽ ലഭിച്ച അവകാശങ്ങളുടെ കടക്കൽ കത്തിവെക്കുകയാണ് രാജ്യത്തിന്റെ ഭരണാധികാരികൾ. വഖഫ് നിയമ ഭേദഗതി, ഈ വഖഫ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പഠിക്കണം. വഖഫ് എന്ന് പറയുന്നത് വിശ്വാസി സമൂഹത്തിന് രാജ്യത്തിന്റെ ഭരണഘടന 19 മുതൽ 27 വശങ്ങളിൽ രേഖപ്പെടുത്തിയ മതസ്വാതന്ത്ര്യം, ആ മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി നമുക്ക് ലഭിച്ച വഖഫ് നിയമം. വഖഫ് എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ജഗനിയന്താവായ ദൈവത്തിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. ആലപ്പുഴ മുസ്ലിം സംയുക്ത വേദി ചെയർമാൻ ഇക്ബാൽ സാഗർ, ജനറൽ കൺവീനർ ഹാരി സലിം എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. ആലപ്പുഴ ഇരുമ്പ് പാലത്തിന് സമീപമുള്ള പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധ സംഗമം ചേർന്നത്. മുസ്ലിം ലീഗ് അമ്പലപ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് AM നൌഫൽ, TA കലാം, അസീസ്, ഗഫൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചെറുവാരണം പുത്തനമ്പലം വക ഇലഞ്ഞാംകുളങ്ങര ഗുരുദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷികം ആഘോഷിച്ചു. ഇതോടൊപ്പം കാണിക്കവഞ്ചിയുടെ ഉദ്ഘാടനവും നടന്നു. ഗണപതി ഹോമം, ഗുരുപൂജ, ഭാഗവത പാരായണം തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രത്തിൽ നിർമ്മിച്ച പുതിയ കാണിക്കവഞ്ചിയുടെ ഉദ്ഘാടനം നടന്നു. ഡോക്ടർ S. ദിലീപ് കുമാർ ശിവകൃപ ഉദ്ഘാടനം ചെയ്തു. ഗുരുദേവന്റെ സങ്കല്പത്തിന് അനുസരിച്ചുള്ള ഒരു പ്രദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല കാറ്റും വെളിച്ചവും അതുപോലെ തന്നെ ധാരാളം മരങ്ങളും ഒക്കെ ഇവിടെ വന്ന് നിറയുമ്പോൾ ഇതൊരു വലിയൊരു പൂങ്കാവനമായിട്ട് മാറും. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ തന്നെ ഒരു ഉയർച്ചയ്ക്ക് ഈ സംരംഭങ്ങളെല്ലാം തന്നെ ഒരു കാരണമായി തീരും. നാരായണ ഗുരുദേവൻ്റെ യുഗപ്രഭാവനായ നാരായണ ഗുരുദേവൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പലവിധത്തിലുള്ള ചർച്ചകളും പല ക്ലാസ്സുകളും ഒക്കെ ഗുരുദേവനെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം സംഗീത ഭജനയും തിരുവാതിര കളിയും നടന്നു. ഗുരുദേവ ക്ഷേത്രം ഭാരവാഹികളും പുത്തനമ്പലം ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും ഉൾപ്പെടെ നിരവധി ഭക്തർ പങ്കെടുത്തു. നമ്മുടെ ഇപ്പോൾ അടുത്തതായി ക്ഷേത്രത്തിൽ ഒരു നവചണ്ഡിക ഹോമം നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്ഷേത്രത്തിൽ നടന്ന 3 ദിവസം നീണ്ടുനിന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ ഒരു പ്രായശ്ചിത്ത വഴിപാടായി നമ്മൾ നടത്തണം എന്ന് നിശ്ചയിച്ച ആ ഒരു വഴിപാടാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പുരോഹിതരായിട്ടുള്ളവർ വന്ന് നമ്മുടെ ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ അടുത്ത മെയ് 10, 11 ശനി ഞായർ ദിവസങ്ങളിലായി ഏകദേശം 12,000 സ്ക്വയർ ഫീറ്റ് വരുന്ന പന്തലിൽ ഹോമകുണ്ഡമുണ്ടാക്കി നമ്മുടെ മഹാദേവിയെ 3 രൂപത്തിൽ മഹാകാളിയായി, മഹാലക്ഷ്മിയായി. ആലപ്പുഴയിലെ കുട്ടി കർഷകർക്ക് വീണ്ടും പുരസ്കാരം. വട്ടയാൽ സ്വദേശികളും സഹോദരിമാരുമായ ഫരീദ ഫിറോസിനും ഫാദിയ ഫിറോസിനും മർഹൂം അബ്ദുൽ അസീസ് ഉസ്താദിന്റെ പേരിലുള്ള പ്രഥമ പുരസ്കാരം സമർപ്പിച്ചു. ഏറ്റവും സ്തുത്യർഹമായ ഒരു സംഭവം തന്നെയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് അവരെ അനുമോദിക്കുക എന്നുള്ളത്, അവരെ കാണുക എന്നുള്ളതും അതോടൊപ്പം തന്നെ അതിനെ ഏറ്റവും നല്ല ഈ പ്രവൃത്തി അനുകരിക്കുക, നമ്മുടെ മക്കളും നമ്മളും ഒക്കെ അനുകരിച്ച് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നാം കടത്തിവിടുന്ന, അല്ലെങ്കിൽ ജീവിതത്തിന്റെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കടത്തിവിടുന്ന ഈ വിഷാംശങ്ങളെ ഒഴിവാക്കുവാനുള്ള ഈ സൽപ്രവൃത്തിയെ നാമും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിനാകമാനം നമ്മൾ ഈ കുട്ടികളെ മാതൃകയാക്കുക. അവർക്ക് കൂടുതൽ ഈ പ്രദേശം മാത്രമല്ല ഈ രാജ്യത്തിന് തന്നെ മാതൃകയാകാവുന്ന ഒരു അവസ്ഥയിലേക്ക് ആ മക്കൾ വളരട്ടെ, അവർക്ക് അവസരം ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി അവരെ ഉണർത്തിക്കൊണ്ടും അവരെ അനുമോദിച്ചുകൊണ്ടും അവർക്ക് കൂടുതൽ ആഫിയത്തുള്ള അല്ലെങ്കിൽ ദീർഘായുസ് നൽകി അവരുടെ ഇത്തരം സൽപ്രവർത്തനങ്ങളിൽ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമാക്കി വീടിന്റെ മട്ടുപ്പാവിൽ കുട്ടി കർഷകരായ സഹോദരിമാർ ചെയ്യുന്ന കൃഷി മറ്റു കുട്ടികൾക്കും പ്രചോദനമായിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി വീട്ടിൽ ഇവർ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നു. ഇതിനു മുൻപും നിരവധി പുരസ്കാരങ്ങൾ ഇവരെ തേടി വന്നിട്ടുണ്ട്. സഹചാരി സെന്റർ ചെയർമാൻ ഇസ്മായിൽ ഹാജി പുരസ്കാരം സമ്മാനിച്ചു. ആലപ്പുഴ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫരീദ ഫിറോസ്. ഫാദിയ ഫിറോസ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചേർത്തല RDC പുനഃസംഘടിപ്പിച്ചു. SN കോളേജിൽ നടന്ന യോഗത്തിൽ VN ബാബുവിനെ ചെയർമാനായി തെരഞ്ഞെടുത്തു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സ്വാഗതം പറഞ്ഞു.
KV സാബുലാലിനെ കൺവീനറായും KL അശോകനെ ട്രഷററായും തെരഞ്ഞെടുത്തു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി PV ഭായിലാൽ, PR വിജി, KN പ്രേമാനന്ദൻ, KP ഹരിലാൽ, അഡ്വക്കേറ്റ് PS ജ്യോതിസ്, L ശിവാനന്ദൻ, AB ആസാദ്, KK ഗോപി എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. സെൻട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം PN നടരാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി തുഷാർ വെള്ളാപ്പള്ളി നന്ദിയും പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലകളും വളരെ വെല്ലുവിളിയെ നേരിടുന്ന ഒരവസ്ഥയാണ്. കുട്ടികൾ പോലും വിദ്യാലയങ്ങളിൽ പഠിക്കാൻ ഇവിടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളില്ല. സ്വാശ്രയ കോളേജുകൾ കൂട്ടുന്ന അവസ്ഥാവിശേഷത്തിൽ നിലനിൽക്കുന്നു. പലതും കൂട്ടിക്കഴിഞ്ഞു. ഇങ്ങനെ ഈ വെല്ലുവിളികളെല്ലാം നിലനിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ കോഴ്സുകളും പുതിയ ഭാവനകളും രൂപവും നൽകിക്കൊണ്ട് കുട്ടികളെ കേരളത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ജോബ് ഓറിയൻറ്റഡ് ആയ കോഴ്സുകൾ തുടങ്ങിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖല ഒരു പുതിയ രീതിയിൽ ഉടച്ചു വാർത്ത് മുമ്പോട്ട് പോകേണ്ട കാലഘട്ടമാണ്. അതിനുള്ള രൂപവും ഭാവവും പ്രവൃത്തിയും വർത്തമാനകാലത്ത് നമുക്ക് അനിവാര്യമായി നിന്നില്ല എങ്കിൽ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറിയില്ല എങ്കിൽ നമ്മുടെ മേഖല നമ്മൾ ഒറ്റപ്പെട്ടു. നമ്മുടെ ഈ പറയുന്ന വളർച്ച എന്ന് പറയുന്നത് SNTRSന്റെയും SNDP യോഗത്തിന്റെയും ബോർഡംഗങ്ങളും SNDP യൂണിയന്റെ നേതാക്കന്മാരും ശാഖായോഗ നേതാക്കന്മാരുടെ എല്ലാവരുടെയും സഹകരണത്തിലുണ്ടായിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഇത് മുഴുവൻ ചെയ്തിട്ടുള്ളത്. ആ തിരിച്ചറിവോടുകൂടി നമുക്ക് ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഈ പറയുന്ന പിന്നെ വരുന്ന പരാതി നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റിയില്ല. കാര്യം ഇന്ന് കേരളത്തിൽ ജനിക്കുന്ന 100 ഈഴവ കുട്ടിയുണ്ടെങ്കിൽ അതിൽ 10 കുട്ടികൾക്ക് പോലും പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനം SNDP യോഗത്തിന്റെയും SNTRSന്റെയും ശാഖായോഗത്തിന്റെയും യൂണിയന്റെയും നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്താൽ ഇല്ല നമ്മുടെ കയ്യിൽ. ഐതിഹ്യപ്പെരുമയുടെ ഭക്തിയുടെ നിറവിൽ മൂത്തേടത്തുകാവ് ഭഗവതി കർണകിയായി പാണ്ഡ്യദേശത്തേക്ക് യാത്രയാവുന്ന ചടങ്ങ് നടത്തി. പൗരാണിക ചിലപ്പതികാരത്തിലെ കർണകി ദേവിയായും വൈദികപരമായി ശ്രീ പരമേശ്വരന്റെ പുത്രിഭാവത്തിലുമാണ് മൂത്തേടത്തുകാവിലെ പ്രതിഷ്ഠാ സങ്കല്പം. வாழ்த்துகின்ற காளியம்மன் ஸ்ரீதரனால் தன் கதையே എരിതേങ്ങ സമർപ്പണവും വലിയ തീയാട്ടും വലിയ ഗുരുതിയും അരിയേറും നടത്തിയ ശേഷം ക്ഷേത്ര നടയടച്ചതോടെയാണ് കാവിലമ്മ കർണകി ദേവിയായി മധുരാപുരിയിലേക്ക് യാത്രയായ ചടങ്ങ് നടന്നത്. 3 മാസങ്ങൾക്ക് ശേഷം കർക്കിടകം 1 കർണകി ദേവി കാവിലമ്മയായി തിരിച്ചെത്തുന്നതോടെ നട തുറന്ന് ദർശനവും പൂജാവിധാനങ്ങളും പുനരാരംഭിക്കും. അതുവരെ ക്ഷേത്രനട തുറക്കുകയോ ദർശനമോ ഉണ്ടായിരിക്കില്ല. വിഷുക്കണി ദർശനത്തോടെ ആരംഭിച്ച ചടങ്ങുകൾ രാത്രി വൈകി നടന്ന അരിയേറിന് ശേഷം സമാപിച്ചു. അരിയേറ് നടന്നതോടെ നടയടയ്ക്കുകയും കാവിലമ്മ കർണകി ദേവിയായി പാണ്ഡ്യദേശത്ത് ഭർത്താവായ കോവിലിന്റെ സമീപത്തേക്ക് പോകുന്നതായും ഐതിഹ്യം. കണ്ണകി കോവിലം സങ്കല്പത്തിലുള്ള മധുരാപുരി നശിപ്പിക്കുന്നു, അത് അഗ്നിക്കിരയാക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ഈ നാളികേരം മുഴുവൻ കത്തിക്കുന്നത്. അതിനുശേഷം അത്താഴപൂജയും തെക്കുറത്ത് പൂജയും തീയാട്ടും നടക്കുന്നു. തീയാട്ടിന് ശേഷം തീയാട്ടുണ്ണിയും മുമ്പ് വെളിച്ചപ്പാടുള്ളപ്പോൾ വെളിച്ചപ്പാടും കൂടി ദേവിയുടെ ആവേശം കയറി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് നടക്കലേക്ക് അരി മുദ്രാശ എഴുതുന്നു. ഈ സമയം മധുരാപുരിയിൽ മലയാളത്തമ്മയെ വരവേൽക്കുന്ന ചടങ്ങുമുണ്ട്. വർഷത്തിൽ 9 മാസം മാത്രം പൂജാതി കർമ്മങ്ങൾ നടക്കുന്ന സവിശേഷതയും ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജയ്ക്ക് അരിയളന്നതോടെ മേൽശാന്തി പ്രേംകുമാർ പോറ്റി 2 പകുത്ത നാളികേരത്തിൽ ദീപം തെളിയിച്ച് ക്ഷേത്രത്തിന് മുൻവശം കൊടിമരച്ചുവട്ടിൽ കൂട്ടിയിരിക്കുന്ന എരിതേങ്ങയ്ക്ക് അഗ്നി പകർന്നു. ഭക്തർ വഴിപാടായി സമർപ്പിച്ച നാളികേരം അഗ്നിയിൽ എരിഞ്ഞവർന്നു. രാത്രി വലിയ ഗുരുതി നടത്തി ചെമ്പുകമെത്തിയ ശേഷം മേൽശാന്തി തീർത്ഥം തളിച്ചതോടെ എരിതേങ്ങ സമർപ്പണം പൂർത്തിയായി. ആയിരക്കണക്കിന് നാളികേരം അഗ്നിയിൽ എരിഞ്ഞവർന്നു. തുടർന്ന് ക്ഷേത്രനട അടച്ചു. അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് ആലപ്പുഴയിൽ സെമിനാർ നടത്തി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ, BKMU, ഓൾ ഇന്ത്യ റൈറ്റ് ദളിത് മൂവ്മെന്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഭരണഘടനാ സംരക്ഷണത്തിനും സാമൂഹ്യനീതിക്കും വേണ്ടി എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജെൻഡർ പാർക്കിൽ സംഘടിപ്പിച്ച സെമിനാർ AIDRM സംസ്ഥാന പ്രസിഡന്റ് N രാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു 10-75 വയസ്സിന് മേലുള്ളവരാരും ഇവിടെ ഇരിക്കില്ല. ഭരണഘടന നിലവിൽ വന്നിട്ട് 76 വർഷമായി.
പ്രായമുള്ളവരായിരിക്കില്ല. ഇതൊക്കെ നമുക്ക് ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായ വിഷയം. 1989 VP സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലെല്ലാം അംബേദ്കറുടെ ഫോട്ടോ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളും, സംസ്ഥാന ഗവൺമെൻറ് അങ്ങനെ ഉത്തരവിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ BJP ഡൽഹി സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നപ്പം കെജ്രിവാൾ പുറത്തായാലും മുഖ്യമന്ത്രിയായപ്പോൾ BJPയുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ അധികാരത്തിൽ വന്നപ്പോൾ സെക്രട്ടേറിയറ്റിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലുള്ള അംബേദ്കർ പ്രതിമകളെല്ലാം മാറ്റി. ഇപ്പോഴാണ് മാറ്റിയത്. 89 ഇതെല്ലാം ഇതിനറിഞ്ഞു വരുന്നത്. 78 വർഷമായിട്ട് ഈ അംബേദ്കറെ ഈ ഇന്ത്യ അറിഞ്ഞില്ല. നമ്മളെല്ലാം ഭരണഘടന പഠിച്ചിട്ടുള്ളവരാണ്, നമുക്ക് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ വലിയ നിയമ വിദ്യാർത്ഥികളൊന്നുമല്ല. BKMU ജില്ലാ സെക്രട്ടറി R. അനിൽകുമാർ മോഡറേറ്ററായിരുന്നു. AIDRM ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് CA അരുൺകുമാർ, സാറാമ തങ്കപ്പൻ, B. ലാലി, M. സിദ്ധാർത്ഥൻ, അഡ്വക്കേറ്റ് പ്രസന്ന തമ്പുരു, CK ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തുറവൂർ എഴുപുന്ന ശ്രീനാരായണപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വൻ കവർച്ച. മോഷണം പോയത് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ കിരീടവും തിരുവാഭരണങ്ങളും. 24 പവനോളം നഷ്ടപ്പെട്ടതായി സൂചന. കലവൂർ മാരംകുളങ്ങര ക്ഷേത്രത്തിൽ നടന്നുവന്ന അഖില ഭാരത ഭാഗവത മഹാസത്രത്തിന് സമാപനം. സമാപന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ജീവൻ തുടിക്കുന്ന വ്യത്യസ്തമാർന്ന ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയയാകുകയാണ് വാരനാട് സ്വദേശിയായ ഉമ. കണിച്ചുളങ്ങര SN ട്രസ്റ്റ് സ്കൂളിലെ അധ്യാപിക കൂടിയാണ് ഉമ. ആലപ്പുഴയിലെ കുട്ടിക്കർഷകർക്ക് വീണ്ടും പുരസ്കാരം. വട്ടയാൽ സ്വദേശികളും സഹോദരികളുമായ ഫരീദ ഫിറോസിനും ഫാദിയ ഫിറോസിനും മർഹൂം അബ്ദുൽ അസീസ് ഉസ്താദിന്റെ പേരിലുള്ള പ്രഥമ പുരസ്കാരം. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.